ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തികയുടെ കയ്യിൽ ആ ലെറ്റർ കിട്ടുകയാണ് കേട്ടോ. ഇതേ സമയം കാർത്തിക ആലോചിക്കുന്നുണ്ട്, ഈശ്വര, എൻ്റെ ഹർഷൻ എവിടെയാണ്? അവൻ എന്നിൽ നിന്ന് ഒളിക്കുന്നത് എന്തിനാണ്? അവൻ എൻ്റെ മുന്നിലോട്ട് വരാത്തത് എന്താണ്? അവൻ എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുമ്പോഴാണ് ആ പോസ്റ്റ്മാൻ ആ ലെറ്ററുമായി വരുന്നത് കേട്ടോ. അങ്ങനെ കാർത്തിക ആ ലെറ്റർ വാങ്ങുകയാണ്. ഇതേ സമയം പോസ്റ്റ്മാൻ ചോദിക്കുന്നുണ്ട്, ഇത് സത്യാമ്മയുടെ വീട്ടിലോട്ട് ഒരു കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് വഴിതെറ്റി വന്നതെന്ന് അറിയില്ല, എങ്കിലും കൂടി ചോദിക്കുക എന്ന് പറയുമ്പോൾ ഹർഷ ആകെ പേടിച്ച് ഇത് ഞാനാണെന്ന് പറഞ്ഞ് ഹർഷയുടെ ആ ലെറ്റർ കാർത്തിക വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കാർത്തിക അത് വാങ്ങുമ്പോൾ നാല് പുറക്കൊന്ന് നോക്കുന്നുണ്ട്, ഈശ്വര തന്നെ പിടിക്കപ്പെടുമോ എന്ന പേടിയിലാണ് നോക്കുന്നത്. അങ്ങനെ ആ പോസ്റ്റ്മാൻ പോയതിന് ശേഷം കാർത്തിക ആ ലെറ്റർ പൊട്ടിക്കുമ്പോൾ അതിന് തന്നെ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ചയാണ്. അതായത് ഹർഷൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നു. ആ ഫോട്ടോകൾ കാണുമ്പോൾ ആകെ പേടിച്ച് പോവാണ് കേട്ടോ കാർത്തിക. ഈശ്വര, ഇത്രയും നാളും ഇവനെ പോലെ ഒരുത്തനെയാണല്ലോ ഞാൻ കാത്തിരുന്നത് എന്ന ആ സത്യം മനസ്സിലാക്കണം. അങ്ങനെ കാർത്തിക തിരിച്ചും മറിച്ചും ആ ഫോട്ടോകൾ ഇങ്ങനെ നോക്കണം. ഒരുപാട് ഫോട്ടോകൾ വന്നിട്ടുണ്ടാവും. അത് കാണുന്ന കാർത്തികയുടെ നെഞ്ച് പൊട്ടുന്ന വേദനയുമായി അതിലുള്ള ആ കുറിപ്പ് വായിക്കാണ്. ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്, ഇത് ഹർഷനാണ്, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ചില സാഹചര്യങ്ങളിൽ ഞാൻ ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇവളാണ് ഭാര്യ. നീ വേറൊരു വിവാഹം കഴിക്കുക, പറ്റുമെങ്കിൽ നീ ആ വലിയ വീട്ടിൽ ആ ഒരുത്തനെ വിവാഹം കഴിച്ചെന്ന നാടകത്തിൽ തുടരുന്നുണ്ടെങ്കിൽ ആ നാടകം ഇനി നാടകമാക്കേണ്ട, യാഥാർത്ഥ്യമാക്കിക്കോ എന്ന ലെറ്റർ കേട്ടോ. ഇത് കാണുന്ന കാർത്തിക പൊട്ടിക്കരയാണ്. തനിക്ക് സങ്കടം താങ്ങാനും കഴിയുന്നില്ല. റൂമിലോട്ട് ഓടടാ ഓട്ടം. അവിടെ ചെന്ന് ബെഡിൽ കിടന്ന് ഇങ്ങനെ കരയാണ്. പിന്നെയും കാർത്തിക ആവർത്തിച്ചും കൊണ്ടിരിക്കുകയാണ് കരച്ചിൽ. അപ്പോൾ കാർത്തിക അവിടെ പെട്ടെന്ന് തന്നെ ആരെ വിളിക്കുന്നത് പോലെ തോന്നണം. ഒന്നും നോക്കില്ല കാർത്തിക ആ ഫോട്ടോ പെട്ടെന്ന് ബെഡിനടിയിലോട്ട് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം കാർത്തിക താൻ ഫോൺ എടുത്തിട്ട് ബാൽക്കണിയിലോട്ട് പോവാണ്. എന്നിട്ട് ആകെ തനിക്കൊരു ആശ്രയമുള്ളത് മധുശ്രീക്ക് തന്നെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഇതേ സമയം ഈശ്വര, ഞാൻ കാത്തു നിന്ന ആ ഫോൺ കോൾ ഇതാ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മധുശ്രീ ഈ ഫോൺ എടുക്കുന്നത് കേട്ടോ. കാർത്തികയാണെങ്കിലും ഹലോ മധുശ്രീ എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയാണ്. എടോ താനെന്തിനാടോ കരയുന്നത്? അപ്പോൾ ഉടൻ തന്നെ പൊട്ടി കരഞ്ഞും കൊണ്ട് പറയാണ്, എൻ്റെ ഹർഷൻ വേറൊരു വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയാനിട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത്രയും നാളും അവന് വേണ്ടിയിട്ടാലോ എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ച് ഞാൻ ജയകൃഷ്ണനെയും വെറുപ്പിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അവന് എന്നെ ചതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, എടി പൊട്ടി, നീ പൊട്ടിയാണെന്നേ ഞാൻ പറയുള്ളൂ. കിട്ടിയ ജീവിതം കൊണ്ട് സംതൃപ്തിയാവാൻ നോക്കുകയല്ലേ നീ ചെയ്യുന്നത്. നീ നിൻ്റെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ച് നീ ഇങ്ങോട്ടേക്ക് വിഷ്ണുവിൻ്റെ കൂടെ ജീവിതം വേണ്ടെന്നും വെച്ച് അവൻ്റെ കൂടെ ജീവിതം ഒരു നാടകമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഹർഷന് വേണ്ടിയല്ലേ? അപ്പോൾ ആ ഹർഷൻ വേറെ വിവാഹം കഴിച്ചെങ്കിൽ ഇനി നിനക്ക് കിട്ടിയ ജീവിതമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്ക് എന്നേ ഞാൻ പറയുകയുള്ളൂ. അത് കേൾക്കുന്ന കാർത്തിക പറയണേ, എന്താ നീ പറഞ്ഞു വരുന്നത്? വിഷ്ണുവേട്ടനെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഭർത്താവാക്കണമെന്നോ? അത് തന്നെ, നീ നിൻ്റെ ഭർത്താവാക്ക് എന്ന് പറഞ്ഞ ഉടനെ അവിടെ മധുശ്രീയോട് തിരിച്ച് ചോദിക്കാണ്, അല്ല ഞാൻ ചോദിക്കട്ടെ, എന്നെ വിഷ്ണുവേട്ടൻ ഒരു ഭാര്യയായി കാണുമോ? എടി, ഒരു പെണ്ണിനൊരു കഴിവുണ്ട്. ഒരാളെ വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ നിന്നെ സ്നേഹിക്കും. അതാണല്ലോ പെണ്ണിൻ്റെ ഏറ്റവും വലിയൊരു റെക്കോർഡ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന കാർത്തിക പിന്നീട് ശബ്ദം ചെയ്യാണ്, തീർച്ചയായും അത് തന്നെ തൻ്റെ മുന്നിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞ് കാർത്തിക പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം പൊന്നിയാണ് കാണിക്കുന്നത്. ക്ഷമയുടെ റൂം വൃത്തിയാക്കാൻ വന്നിരിക്കുകയാണ്. പൊന്നി ക്ഷമ കിടക്കുന്ന കിടത്തം കാണുമ്പോൾ തൻ്റെ ഇടനെഞ്ച് പൊട്ടാണ്. അങ്ങനെ ക്ഷമയെ ഇങ്ങനെ നോക്കിയിട്ട്, എടി മോളെ, നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണുമ്പോൾ ഈ ചേച്ചിക്ക് കഴിയുന്നില്ല. എങ്കിലും കൂടി ഞാൻ ഈ ബെഡ്ഷീറ്റും ബെഡും നിന്നെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ റൂം മൊത്തത്തിലൊന്ന് അടിച്ച് തുടച്ചതിന് ശേഷം മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ചൂലെടുത്ത് അടിക്കാൻ ഒരുങ്ങുമ്പോൾ പൊന്നി ചേച്ചി എന്നുള്ള വിളി വരുന്നു. ഇത് കേൾക്കുന്ന പൊന്നി ആകെ ഞെട്ടാണ്. നാല് പുറം നോക്കി നിൽക്കുകയാണ്. ആരുടെ വിളിയാണ്? ക്ഷമയുടെ ശബ്ദമാണല്ലോ. ക്ഷമ എന്നാൽ തളർന്നു കിടക്കുന്ന ക്ഷമ എങ്ങനെ സംസാരിക്കുന്നു എന്ന ഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ വീണ്ടും വിളിക്കുന്നു, പൊന്നേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ക്ഷമ തന്നെ. ഇത് കാണുന്നതിനോടുകൂടി എന്താ ഈ കാണുന്ന ഈശ്വര, സത്യമേ ഇപ്പം ക്ഷമ എന്ന് പറയുമ്പോഴേക്കും ക്ഷമ കിടക്കയിൽ നിന്ന് അങ്ങ് എണീക്കാൻ കേട്ടോ. പിന്നീട് പെട്ടെന്ന് കഥക് പോയി കുറ്റിയിടാൻ സത്യമേ എന്ന് പറയുമ്പോഴേക്കും പൊന്നിയുടെ വായ അങ്ങ് ക്ഷാമ പൊത്തിപ്പിടിക്കണേ. എന്നിട്ട് എൻ്റെ പൊന്നേച്ചി ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക. എന്താ മോളെ നീ കാണിക്കുന്നത്? നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? നിനക്ക് എണീറ്റ് നടക്കാൻ കഴിയുമോ? പിന്നെ എന്തിനാണ് മോളെ ഈ അവസ്ഥയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ തന്നെ ക്ഷാമ പറയണേ, ഇതെല്ലാം എൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടിയാണ് എന്ന് പറയണ്ടോ. എന്താ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ഇവിടെ ഒരുത്തി വിഷ്ണുവേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളവളുണ്ടല്ലോ, അതൊരു താടകയാണ് എന്ന് പറയുമ്പോൾ അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അതൊരു പഠിച്ച കള്ളിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ആ കള്ളിയുടെ മുഖമൂടി
എല്ലാവർക്കും മുന്നിൽ വലിച്ചൂരണം. അതിനു വേണ്ടിയാണ് എൻ്റെ കുഞ്ഞേച്ചിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് കേൾക്കുന്ന ശ്യാമയോട് പൊന്നു ചോദിക്കാൻ എനിക്ക് മനസ്സിലായില്ല. അവൾ ഒരു താടകയാണ്. അവൾ ഈ കുടുംബം നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ റൂമിൽ, എൻ്റെ റൂമിൽ കയറിയതുപോലെ തന്നെ പൊന്നു ചേച്ചി അവളുടെ റൂമിൽ കയറിയിട്ട് അവളുടെ റൂം പരിശോധിക്കണം. ഇത് കേൾക്കുന്ന പൊന്നു പറയണേ, എന്താ മോളെ നീ പറയുന്നത്? എന്നെക്കൊണ്ട് കഴിയണം പൊന്നേച്ചി, എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഇത് എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ നിന്നും ഇറങ്ങും. കുഞ്ഞേച്ചി സത്യമായി ഇറക്കിവിടും. എൻ്റെ കുഞ്ഞേച്ചി എവിടെ എന്ന് പൊന്നിയോട് ശ്യാമ ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്നൊരു ഫോണ് വന്നതുകൊണ്ട് തന്നെ ഷാനി ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. 1000 പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ കുഞ്ഞേച്ചി ഇടനെഞ്ച് പൊട്ടുന്ന വേദനയുമായി എൻ്റെ കുഞ്ഞേച്ചി നടക്കുന്ന വിഷ്ണുവേട്ടനെയും കുഞ്ഞേച്ചിയെ ഒരുമിപ്പിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ അതിയായ ആഗ്രഹമാണ്. പൊന്നേച്ചിക്കും ആ ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ട് കാർത്തിക എന്ന് പറയുന്നവളുടെ മുഖമൂടി വലിച്ചൂര എൻ്റെ കൂടെ പൊന്നേച്ചി നിൽക്കുമോ എന്ന് പറയുമ്പോൾ തീർച്ചയായും മോളെ ഞാൻ നിൽക്കുമെന്ന് പറയാനിട്ടാ. അങ്ങനെ ശ്യാമയുടെ അസുഖം അഭിനയമാണെന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ ഈ സമയം ശാലിനിയാണെങ്കിലും വിഷ്ണുവിൻ്റെ റൂമിൽ കയറണം. അപ്പോൾ വിഷ്ണുവിനെ കാണാൻ ഒരു നോക്ക് കാണാൻ ഓടി വന്ന ശാലിനി കാണുന്ന കാഴ്ച വിഷ്ണു അവിടെ ഇല്ല കേട്ടോ. വിഷ്ണു അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശാലിനി വിഷ്ണുവേട്ടൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, വിഷ്ണുവേട്ടൻ ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ റൂമിൽ മൊത്തത്തിൽ ഒന്ന് അരിച്ചു പെറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വിഷ്ണു കാണുന്നില്ല. പക്ഷേ ശാലിനി വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വിഷ്ണു പറയുന്നുണ്ട്, ശാലിനി നീ എൻ്റെ അരികിലുള്ളതാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം. പക്ഷേ നീ എന്തിനാണ് എന്നിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്? അതിൻ്റെ സത്യാവസ്ഥ തീർച്ചയായും എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അപ്പോഴാണ് ബാത്റൂമിലോട്ട് പോയി ഉടനെയായിട്ട് ഷാലിനി വരുന്നത്. അങ്ങനെ ഷാലിനി ആ റൂം മൊത്തത്തിൽ അരിച്ചു പെറുക്കാണ്. അങ്ങനെ ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ അതിൽ കാണുന്ന കാഴ്ച ഷാലിനിയുടെ ഫോട്ടോ ആയിരിക്കും കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ഷാലിനി ആ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ വിഷ്ണുവും താനും ഒരുമിച്ച് നിന്ന ആ ഒരു ഫോട്ടോ, വിഷ്ണുവുമായി കഴിഞ്ഞ ആ ഒരു സീനുകളൊക്കെ ഷാലിനിയുടെ ഓർമ്മകളിലോട്ട് കടന്നു വരികയാണ്. തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. വിഷ്ണുവിൻ്റെ നെഞ്ചിലൊന്ന് ചാരിക്കിടന്ന് തൻ്റെ മനസ്സിലുള്ള ഭാരങ്ങളൊന്നും ഇറക്കി വെക്കാനുള്ള അത്രയും പൊട്ടുന്ന വേദനയുമായി ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശാലിനി ആ ഒരു സീൻ ഇങ്ങനെ ഓർത്ത് നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വിഷ്ണു ഇട്ടിരിക്കുന്ന ഷർട്ട് അവിടെ തൂക്കിയിട്ടതായി കാണാനായിട്ടാ. അപ്പോൾ ഈ കാർത്തിക എന്ന് പറയുന്ന പെണ്ണ് അന്ന് വന്ന ആ ദിവസം, വിവാഹം കഴിച്ച് വന്ന ദിവസം ശാലിനി വിഷ്ണുവിനെ പിടിച്ച് കരഞ്ഞതും വിഷ്ണുവിൻ്റെ നെഞ്ചിൽ കിടന്നതും വിഷ്ണുവിൻ്റെ കാലിൽ പിടിച്ചതും അന്നിട്ടിരിക്കുന്ന ആ ഷർട്ടാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഷർട്ട് കാണുമ്പോൾ ശാലിനിക്ക് ആ ഷർട്ട് ഇട്ടാലെങ്കിലും വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ഭാരം ഇറക്കുന്ന ആ ഒരു ആശ്വാസം തനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഷാലിനി ആ ഷർട്ട് ഇങ്ങനെ പതുക്കി ഇടുമ്പോഴൊക്കെ വിഷ്ണു തൻ്റെ മുന്നിലോട്ട് വരുന്ന ആ കഴിഞ്ഞ എപ്പിസോഡിലെ ആ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞു പോയ ആ സീനുകളുണ്ടല്ലോ, അവരുടെ ആ റൊമാൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ശാലിനി ആ ഷർട്ടൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ തൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസവും ധൈര്യവും ഒക്കെ വിഷ്ണു തൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ശാലിനി ആ ഷർട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ ഷർട്ടിൽ ഒരു ഉമ്മ അങ്ങ് കൊടുക്കുന്ന സമയത്താണ് വിഷ്ണു ഡോറ് തുറന്ന് വരുന്നത് കേട്ടോ. വിഷ്ണു കാണുന്ന കാഴ്ച ശാലിനി ഈ ഒരു ഷർട്ട് ഇട്ടിട്ടായിരിക്കും. എന്നാൽ ശാലിനി ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാണ്. വിഷ്ണുവിനെ കാണുമ്പോൾ തനിക്ക് ഇട്ടിരിക്കുന്ന ആ ഷർട്ട് ഊരാനും കഴിയാത്ത ആ ഒരു പ്രതിസന്ധിയിലാവാണ്. അപ്പോൾ വിഷ്ണു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി കാർത്തിക ആളാകെ മറിയാൻ പോവാണ്. കാർത്തികയെ ശരിക്കും മധുശ്രീ കളിപ്പിച്ചതാണ്. കാരണം കാർത്തികയുടെ പണിയാണ് ഈ ഹർഷൻ്റെ ഫോട്ടോയും വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും വെച്ചിട്ട് കാർത്തികയ്ക്ക് അയച്ചു കൊടുത്തത്. കാരണം വിഷ്ണുവിൻ്റെ യഥാർത്ഥ ഭാര്യയെ അവൾ അവിടെ ജീവിക്കണമെങ്കിലാണ് ശാലിക്ക് ഒരിക്കലും വിഷ്ണുവിനെ കിട്ടാതിരിക്കുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ വരും സീനുകളിൽ ഇനി കാണിക്കും. അപ്പോൾ എന്തായാലും ഇനി വിഷ്ണു ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഇനി വിഷ്ണു ഒരു DNA ടെസ്റ്റിന് മുതിരുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്.